മുടി ഒരുമാതിരിട്ട് കിടക്കണം. തലമുടി ആക്ഷൻ ക്യാമറയാ. ഹലോ, എല്ലാവർക്കും എസ് സ്റ്റോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു പാഴ്സലുണ്ട്. അപ്പോൾ ഈ പാഴ്സൽ സംഭവം ഞാൻ ഓർഡർ ചെയ്ത് ഇപ്പോൾ ഡെലിവർ ആയതാണ്. ഇത് നിങ്ങളുടെ മുമ്പ് വെച്ച് ഓപ്പൺ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിലുള്ള സാധനം നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ഒരു പാഴ്സൽ ഉണ്ടായിരുന്നത്. ഓർഗാനിക് ഹാർവസ്റ്റിൻ്റെ വൈറ്റമിൻ സി ഓർഗാനിക് ഫേഷ്യൽ കിറ്റ്. അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ ഇട്ടിക്കുന്നില്ല ലിപ്സ്റ്റിക്ക്, ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു ഫ്രീ ലിപ്സ്റ്റിക് ആയിരുന്നു. അത് ഞാനൊരു ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കിട്ടും ഫ്രീ ലിപ്സ്റ്റിക് മൈ ഗ്ലാം എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന്. അപ്പോൾ അതിൽ ഞാൻ ഫ്രീ ലിപ്സ്റ്റിക് വാങ്ങിയതിന് ശേഷം പിന്നെ അടുത്ത് വന്നിട്ട് ഒരു ഫ്രീ ഫേസ് വാഷ് 290 സംതിങ്ങിനുള്ള ഫേസ് വാഷ് ഡെലിവറി ചാർജ് മാത്രമായിട്ട് കൊടുത്ത് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ മോംസ് കോഡ് ഒരു ഫേസ് വാഷ് കാരണം ഒന്ന് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ റിവ്യൂ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ 99 റുപ്പീസ് തന്നെയല്ലോ. സോ അങ്ങനെ ആ ഫേസ് വാഷ് വാങ്ങിച്ചു. ഫേസ് വാഷ് ഞാൻ ഒരു ഷോർട്ട്സ് ആയിട്ട് ഇടാം. ഞാൻ കൂടുതൽ യൂസ് ചെയ്തില്ല, ജസ്റ്റ് യൂസ് ചെയ്തെങ്കിലും കാണിക്കാം. അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഒരു ഫ്രീ ഇതെന്ന് പറഞ്ഞിട്ട് കിടന്നതാണ് ഈ ഒരു ഫേഷ്യൽ കിറ്റ്. അപ്പോൾ ഇത് 395 റുപ്പീസാണ്. ഡെലിവറി ചാർജ് മാത്രമായിട്ട് 99 റുപ്പീസിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ അവർ ഓരോന്നായിട്ട് ഫ്രീ തരുന്നതുകൊണ്ട് ഞാനിങ്ങനെ വരിയായിട്ട് വാങ്ങുന്നതൊന്നുമല്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ ഫേഷ്യൽ കിറ്റൊക്കെ എനിക്ക് ഫേസിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ കുറച്ച് പേടിയാണ്. ഈ ഒരു എന്താണ് നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ പാക്സ്, അങ്ങനെ ട്രൈ ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. എന്നാലും ഞാൻ ഇത് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കരുതി. ഓർഗാനിക് ഹാർവസ്റ്റിൻ്റെ വൈറ്റമിൻ സി ഓർഗാനിക് ഫേഷ്യൽ കിറ്റ്. ഇതിൽ അക്കായ് ബെറി ആൻഡ് ഡെയ്സി ഫ്ലവർ എന്ന് പറയുന്ന 2 ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ആഡ് ആയിട്ടുണ്ട് എന്നവർ പറയുന്നത്. ആൻഡ് ഈ ബോക്സിൻ്റെ ബാക്കിൽ വന്നിട്ട് ഓർഗാനിക് ഹാർവസ്റ്റിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ഗ്യാരണ്ടി. പിന്നെ വൈ യൂസ് ദിസ് ഫേഷ്യൽ കിറ്റ് എന്തിനായിരിക്കും? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ആൻറ്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി വൈറ്റമിൻ സി എയ്ഡ്സ് ഇൻ സ്കിൻസ് നാച്ചുറൽ റീജനറേഷൻ പ്രോസസ്. ഇറ്റ് ഹെൽപ്സ് ദ ബോഡി ടു റിപ്പയർ ഡാമേജ് സ്കിൻ സെൽസ്. അങ്ങനെ കുറച്ച് അൺഈവൻ സ്കിൻ ടോൺ, റഫ് ടെക്സ്ചർ, ഫൈൻ ലൈൻസ്, ഡൾനെസ് അതെല്ലാം കുറയ്ക്കാനായിട്ട് വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും. സോ ഇതിൽ വൈറ്റമിൻ സിയുടെ ഇൻഗ്രീഡിയൻറ്റ് കൂടുതലായിട്ട് ഈ ഒരു ഫേഷ്യൽ കിറ്റ് നമുക്ക് എന്താണ് യൂസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഇത് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ കിറ്റിൽ എന്തൊക്കെയാണോ ഉണ്ടെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓർഗാനിക് ഫേസ് ക്ലെൻസർ ഇതല്ലേ, ഇതാണ് ഓർഗാനിക് ഫേസ് ക്ലെൻസർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 5 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഇതേപോലത്തെ ഒരു കുട്ടി പാക്കറ്റായിട്ട് 5 സ്റ്റെപ്സ്. ഇതൊരു ട്രയൽ പാക്ക് എന്ന് പറയാം. ട്രയൽ പാക്ക് നമുക്ക് ഒരു പ്രാവശ്യം തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യത്തിനുള്ള ഒരു കണ്ടൻറ്റേ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വന്ന ക്ലെൻസർ. നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യണം, ഫസ്റ്റ് ഏത് യൂസ് ചെയ്യണം എന്നൊക്കെ അറിയാതായിരിക്കാം, എനിക്കും അറിയത്തില്ല. ആൻഡ് ഇത് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പ് വെച്ച് പൊട്ടിച്ചതേ ഉള്ളൂ. ഇതിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അത് നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ക്ലെൻസറാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് അനുസരിച്ച് അവർ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇട്ട് നോക്കാം. ടിപ്പ്: ടു മെയിൻറ്റെയിൻ ദിസ് ഗ്ലോ ഫോർ എ ലോങ് ടൈം ട്രൈ ഓർഗാനിക് ഹാർവസ്റ്റ് വൈറ്റമിൻ സി. അത് സാധാരണ പറയുമല്ലോ, അവരുടെ ബ്രാൻഡിനെ കുറച്ചുകൂടെ പൊക്കി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ ചെയ്തതിന് ശേഷം ഈ ഗ്ലോ അങ്ങ് നിലനിർത്തണമെങ്കിൽ അവരുടെ തന്നെ ഒരു വൈറ്റമിൻ സി ക്ലെൻസർ ഉണ്ട്, ടോണറുണ്ട്, ഡേ ക്രീമുണ്ട്, സി ഉണ്ട്. അതെല്ലാം യൂസ് ചെയ്ത് ഡേ ബൈ ഡേ ഈ ഒരു ഗ്ലോ നിലനിർത്താൻ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ സാധാരണ ഒരു ബ്യൂട്ടി പാർലറിൽ പോകുമ്പം അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യില്ലേ, ഓരോ ക്രീം യൂസ് ചെയ്ത്, ആ ഒരു എഫക്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു പാർട്ടിക്കൊക്കെ പോകുന്നതിന് മുമ്പേ തലേ ദിവസമോ 2 ഡേയ്സിന് മുമ്പേ ഈ ഒരു സ്റ്റെപ്സ് ചെയ്താൽ നമുക്ക് ആ ഒരു ഡേ ഗ്ലോ ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വൈറ്റമിൻ സി ക്ലെൻസറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തിട്ടില്ല, കാരണം ഇത് വാഷിംഗ് ടൈപ്പ് ആണല്ലോ, പിന്നെ നമ്മൾ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. 2 മിനിറ്റ്സ് ഇതിനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യണം. എന്നിട്ട് ഒരു കോട്ടൺ യൂസ് ചെയ്ത് വൈപ്പ് ചെയ്ത് കളയുക. ഇത്രയും മതിയാവും. എൻ്റെ ഫേസ് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ഒരു എന്താണ് നല്ലൊരു ഇതിലല്ല ഇരിക്കുന്നത്. ഒരു പിമ്പിൾസ് ഉണ്ട്, പിമ്പിൾസ് വരുന്നതായിട്ട് ഇങ്ങനെയുണ്ട്, ഒരു ഡൾനെസ് ഉണ്ട്. ഞാൻ പാക്സ് സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന പാക്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് കുറേ നാളായി. ഞാൻ വേറെ ഫേസ് പാക്സൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് നാളിന് മുൻപ് എടുത്ത ഫേസ് പാക്സാണ്. ഇപ്പോൾ കുറേ നാളായി ഞാൻ അതൊക്കെ ഇട്ടിട്ട്. ഒരു മെഡിസിൻ്റെ ഇതായിട്ടാണ് എനിക്ക് ഈ ഒരു പിമ്പിൾസൊക്കെ വരുന്നത്. സോ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു പരീക്ഷിക്കാത്ത സാധനം ഇടുന്നതിൽ എനിക്ക് പേടിയുണ്ട്. എന്നാലും നമുക്ക് ഇടാം. ഇതിൻ്റെ സ്മെല്ലൊന്നും വലിയ ഹാർഡായിട്ടുള്ള സ്മെല്ലല്ല, നല്ലൊരു സ്മെല്ല് തന്നെയാണ്, കുഴപ്പമില്ല. നല്ല ഒരു എന്താണ് സ്മൂത്തായിട്ടുള്ള ഇതാണ്. നമ്മുടെ എന്താണ് ഫേസ് വാഷിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഉള്ള ജെല്ലി ടൈപ്പ്. ഈ ഒരു പാഴ്സൽ വന്നിട്ട് 2 days ആയി. വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റാതെ ഞാൻ ഇരിക്കുകയായിരുന്നു. കാരണം അകത്ത് സാധനം ഇല്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന ഡേയ്സും കഴിഞ്ഞാലോ. അതാണ് ഇന്ന് പെട്ടെന്ന് തന്നെ കിട്ടിയ സമയത്തിൽ ഞാൻ എടുത്ത വീഡിയോ ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഫേസിൽ ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഇട്ടിട്ടുള്ളത്, മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഈ ഒരു ഇത് കഴിയുമ്പോൾ ലിപ്പിലുണ്ടാവുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നറിയാമല്ലോ. ബട്ട് എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഡ്രൈയിങ് ടൈപ്പ് അല്ല, അത്ര ഡ്രൈ ആവുന്നില്ല ചുണ്ട്. ആൻഡ് ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ്. ഈ ഒരു ഷെയ്ഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ട് തന്നെ സർക്കുലർ മോഷനിൽ ചെയ്തിട്ട് തുടച്ച് കളയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ വന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സിനായി ഇതാക്കിയ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. സോ 2 minutes ഞാനിങ്ങനെ റബ്ബ് ചെയ്ത് സർക്കുലർ മോഷനിൽ ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ ഈ ഒരു കോട്ടൺ ഈ ഒരു ഫേസ് ടവൽ യൂസ് ചെയ്ത് ഒന്ന് വൈപ്പ് ചെയ്ത് കളയാണ്. അപ്പോൾ എനിക്ക് ഫേസിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയാൽ കൊള്ളാമെന്നുണ്ട്. എന്നാലും അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഫേസ് സ്ക്രബാണ്. അപ്ലൈ ആൻഡ് ലീവ് ഫോർ 1 to 2 minutes, ദെൻ മസാജ് ആൻഡ് ജെന്റ്ലി സർക്കുലർ. ഞാൻ വായിച്ച് ലെങ്ത് കൂട്ടുന്നില്ല. ഇതിൽ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഈ സ്ക്രബ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. വൈ വി ആർ യൂസിങ് സ്ക്രബ്, കീ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്, യൂസേജ് ഉണ്ട്. പിന്നെ പാരബൻ ഫ്രീ ആണ്, മിനറൽ ഓയിൽ, അനിമൽ ഇൻഗ്രീഡിയൻസ് അതെല്ലാം ഫ്രീ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, ഒരു പ്രാവശ്യം യൂസ് ചെയ്യാനേ കാണുള്ളൂ. ഒരു ട്രയൽ പാക്കായിട്ട് യൂസ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വൈറ്റ് കളറിൽ ഇതിൽ തരിതരിയായിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതുണ്ട്. ഫസ്റ്റ് ഒന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കണ്ണിൻ്റെ ആ ഭാഗത്തൊന്നും ഇടണ്ട. നല്ല സ്മെല്ലാണ്. ഐ തിങ്ക് അതൊരു സോപ്പാണ്, സോപ്പിൻ്റെ സ്മെല്ല് പോലെ ഉണ്ട്. നമ്മൾ ഫെയർ ആൻഡ് ലവ്ലി ഇടുന്ന പോലെ ഫേസിലൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇട്ടിട്ട് ഇപ്പം സ്ക്രബ് ചെയ്യണ്ട. അതിൽ എഴുതിയിട്ടുള്ളത് 1 to 2 minutes വരെ ഒന്ന് ആ ഫേസിൽ അങ്ങനെ ലീവ് ചെയ്തിട്ട് ദെൻ സ്ക്രബ് ഇറ്റ്. അപ്പോൾ 2 minutes ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് സ്ക്രബ് ചെയ്യുന്നതിനേക്കാളും ഇതിൽ വെറ്റാക്കണമെന്നൊന്നും പറയുന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് കൈ ഒന്ന് കുറച്ച് തണുത്ത വെള്ളത്തിലിട്ടിട്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ പോകും. ഇതിൽ 2 minutes വരെ ഇങ്ങനെ സ്ക്രബ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സ്ക്രബ് ചെയ്യാം. കൂടുതൽ നമ്മൾ മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മസാജിങ് ജെൽ ഇതിലുണ്ട്. അത് നെക്സ്റ്റ് സ്റ്റെപ്പാണെന്ന് തോന്നുന്നു. സോ ആ സമയത്ത് നമുക്ക് ഇട്ട് മസാജ് ചെയ്യാം. ഇപ്പോൾ സ്ക്രബിങ്ങിൻ്റെ ഇതായിട്ട് മൂക്കിൻ്റെ ഈ ഭാഗത്തും
ഈ ഒരു മൂക്കിൻ്റെ ഈ ഭാഗത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, കാരണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാനായിട്ട്. ദെൻ ഈ ചിന്നിൻ്റെ ഈ ഭാഗത്ത് എനിക്ക് അവിടെ വൈറ്റ് ഹെഡ്സ് ഉണ്ട്, അതുകൊണ്ടാണ്. ഈ നെറ്റിയുടെ ഇവിടുത്തെ സൺ ടാൻ കൂടുതലും പേർക്ക് കാണും, അത് പോകാനായിട്ട് ഇവിടെ കൂടുതൽ സ്ക്രബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഇത് ഇപ്പോഴും അവൈലബിൾ ആണ്, നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്താലും മതിയാവുമെന്ന് തോന്നുന്നു. ഫ്രീ ഓർഗാനിക് ഹാർവെസ്റ്റ് ഫേഷ്യൽ കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ കയറി സർവേ പോലെ 2-3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട്, ഞാൻ ലിപ്സ്റ്റിക്കിൽ പറഞ്ഞില്ലേ അതുപോലെ അറ്റൻഡ് ചെയ്തിട്ട് 99 റുപ്പീസ് ഡെലിവറി ചാർജും കൊടുത്ത് വാങ്ങിക്കണം. അല്ലെങ്കിൽ ഞാൻ പോയത് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് റൂട്ട് എവിടെ നിന്നാണെന്ന്, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓരോന്നായിട്ട് വാങ്ങിച്ച് ഇവിടെ വരേണ്ടി വരും. ഞാൻ സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് തുടച്ച് മാറ്റാം. മസാജിങ് ജെല്ലാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മുഖത്ത് മൊത്തം അരിപ്പൊടി തയ്ച്ചതുപോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഇതിൽ കുറച്ച് വെള്ളം നനച്ച് വെറ്റാക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് തുടച്ച് കളയാൻ പോവുകയാണ്. മസാജ് ക്രീം. അപ്പോൾ ഇതാണ് മസാജ് ജെൽ. ഇതിൽ എഴുതിയിട്ടുള്ളത് ഫേസിനൊന്ന് കൂളാക്കാനും റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ മസാജിങ് ജെൽ യൂസ് ചെയ്യുന്നതെന്ന്. എൻ്റെ കളർ വന്നിട്ട് ട്രാൻസ്പെറൻറ്റ് കളറാണ്, ജെല്ലി. ഓക്കെ, ഇത്രയും മതിയാവും തോന്നുന്നു. അത്യാവശ്യം ഇനി ഇതിൽ കുറച്ചേ ഉള്ളൂ ബാക്കി. സോ ജസ്റ്റ് അപ്ലൈ ഇറ്റ്. 10 മിനിറ്റ് ഞാൻ ഇങ്ങനെ നിൽക്കുമല്ലോ. ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യണം, അപ്വേർഡ് ഡയറക്ഷൻ. ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതിൻ്റെ കാര്യം ഫുള്ള് പറയാം. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ കിറ്റ് നിങ്ങൾക്ക് ട്രയൽ ചെയ്യണമെങ്കിൽ വാങ്ങിക്കാം. അല്ലാതെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യത്തേക്ക് നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഫേസിന് എന്ത് റിയാക്ഷൻ വരുമെന്ന് അറിയാതെ ആയിരിക്കും വാങ്ങിക്കുന്നത്. എന്നാൽ ഫസ്റ്റ് ട്രയലല്ലേ. ഇപ്പോൾ എനിക്ക് തന്നെ ഇതിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. സോ ഒരു ഫങ്ഷന് മുൻപൊക്കെ ആയിരിക്കും ഈ ഒരു പാക്ക് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്, ഫങ്ഷനോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷന്. സോ അതിനു മുമ്പേ നമുക്ക് പരീക്ഷണം നടത്തി പരീക്ഷിക്കാൻ പറ്റിയ സമയമല്ല ആ സമയമൊക്കെ. അതുകൊണ്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് കൊള്ളാമെങ്കിൽ അടുത്ത ഒരു നല്ലൊരു ഒക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് പിന്നീട് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ സെക്കൻഡ് ടൈം ഒന്നുകൂടെ ഓർഡർ ചെയ്ത് വാങ്ങിക്കാം. അങ്ങനെയൊക്കെ എനിക്ക് ഈ വീഡിയോ എടുക്കുന്ന പരിപാടി ഉള്ളത് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അല്ലാത്ത പക്ഷം ഞാൻ ഇവിടുത്തെ അരിപ്പൊടിയും ഒക്കെ എടുത്ത് ചെയ്യാറുള്ളൂ. കാരണം ഇപ്പോൾ എനിക്ക് വർക്ക് ആവുന്നത് പോലെ ആയിരിക്കില്ല വേറെ ഒരാൾക്ക്. എല്ലാവരുടെ സ്കിൻ ടൈപ്പും ഡിഫറൻസ് ഉണ്ട്. എനിക്ക് ചിലപ്പം നെഗറ്റീവായിട്ട് വന്നാലും വേറെ ഒരാൾ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോയും ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരവർ ജസ്റ്റ് ട്രയലൊക്കെ നടത്തിയിട്ട് അത്യാവശ്യ സാഹചര്യങ്ങളിലൊക്കെ എടുത്തു വെച്ച് തേക്കാം. ഓക്കെ, അപ്പോൾ മസാജ് ചെയ്തു. അത്യാവശ്യം ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. ദെൻ എക്സസ് ആയിട്ടുള്ളതെല്ലാം ഈ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് തുടച്ച് മാറ്റാം. ഞാൻ തുടച്ച് മാറ്റി. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് മസാജ് ക്രീമാണ്. മസാജ് ക്രീം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബെനിഫിറ്റ്സ് ഓഫ് വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ സ്കിന്നിൽ കിട്ടാൻ വേണ്ടി, പിന്നെ പിഗ്മെൻറ്റഡും ടയേർഡ് സ്കിന്നിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാജ് ക്രീം എടുക്കുന്നത്. ഇത്ര എടുത്തു നമുക്ക് അപ്ലൈ ചെയ്തിട്ട് അതിനൊരു 10 മിനിറ്റ്സ് ഇട്ട് ഫേസിൽ ലീവ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ണിൻ്റെ ഏരിയയിലൊന്നും ഇടാതെ കഴുത്തിലും ന്യൂവിൻ്റെ മൈക്ക് എൻ്റെ ഫ്രണ്ടിൽ ഒരു മിററൊന്നുമില്ല. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല. അതാണ് ഞാൻ ഈ മിറർ എടുത്ത് നോക്കുന്നത്, എവിടെ ഇട്ടെന്നോ കണ്ണിൻ്റെ അവിടെ വല്ലതും ആയിട്ടുണ്ടോ എന്ന്.
എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ സീ യു ആഫ്റ്റർ 10 മിനിറ്റ്സ്. അപ്പോൾ ഞാൻ 10 മിനിറ്റ്സ് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളൊരു ഫേസ് പാക്ക് ഇട്ടിക്കൂലേ, ഫേസ് പാക്ക് ഫേസിൽ കുറേ നേരം ഇട്ടിക്കേണ്ട പോലത്തെ രീതിയിലാണ് ഫേസ് മസാജിങ് ക്രീം തന്നിട്ടുള്ളത്. കാരണം ഇതിൽ ഫേസ് പാക്ക് ആയിട്ടില്ല. ഞാൻ കരുതിയത് ലാസ്റ്റ് ഓൺ വന്നിട്ട് പാക്കാണെന്ന്, ബട്ട് അത് സിറമാണ്. സോ ഇത് മസാജിങ് ക്രീം ആണെങ്കിൽ നമ്മളൊരു പാക്ക് ഇടുന്ന ഫീലിൽ ഇട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത് ഡ്രൈ ആയി. ഇത് നമ്മളൊന്ന് വെറ്റാക്കണം. വെറ്റാക്കിയിട്ട് മസാജ് ചെയ്യണം. മസാജ് ചെയ്യണമെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ വെറ്റ് ചെയ്തതിന് ശേഷം ജെന്റ്ലി മസാജ്. കാരണം ഓൾറെഡി നമ്മൾ മസാജ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഇട്ട് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്താണ് കളയേണ്ടത്. അപ്പോൾ ഇത് സഡനായിട്ട് ഒരു ഗ്ലോ കാണിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അല്ലാത്ത പക്ഷം നമ്മളൊരു പാർലറിൽ പോയാലും നെക്സ്റ്റ് ഡേ കമ്മിങ് ഡേ ഒരു സെക്കൻഡ് ഡേ ഒക്കെ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്കിത് ചെയ്ത് ഫൈനൽ റിസൾട്ട് കണ്ടു നോക്കാം. എനിക്ക് എന്തായാലും ഇതിൻ്റെ ആ സ്മെല്ല് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒട്ടും ഹാർഡായിട്ടുള്ള സ്മെല്ലല്ല. പറ്റുന്നത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കോൾഡ് വാട്ടർ തന്നെ യൂസ് ചെയ്യണം. തണുത്ത വെള്ളം വെച്ച് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിൽ എഴുതിയിട്ടുമുണ്ട്. സോ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഒരു ടവലിനെ വെറ്റാക്കിയതിന് ശേഷം മാത്രം തുടച്ച് മാറ്റുക. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഈ ഫേഷ്യൽ കിറ്റിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ടോ എന്തോ, ബട്ട് എനിക്ക് ഇതിൽ ഒരു റിവ്യൂ നിങ്ങൾക്ക് എനിക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ. കാരണം ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ലൈവായിട്ട്. ഇത്രയും നേരം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഫേസ് ഉടയ്ക്കുമ്പോഴൊക്കെ അങ്ങനെ തട്ടുമായിരുന്നു. എന്നിട്ട് വലുതായിട്ടൊന്നും പോയിട്ടില്ല. ഞാനിപ്പോൾ ഫേസ് ഫുള്ളായിട്ട് വെള്ളം കോരി ഒഴിച്ചാണ് കഴിയത്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഫൈനൽ സ്റ്റെപ്പ് വന്നിട്ട് ഓർഗാനിക് ഫേസ് സിറമാണ്. വൈറ്റമിൻ സി എല്ലാം വൈറ്റമിൻ സിയുടെ ഇതാണ്, കണ്ടൻറ്റാണ്. ജസ്റ്റ് സിറം നമ്മുടെ ഫേസിലും നെക്കിലും എല്ലാം ഈവനായിട്ട് അപ്ലൈ ചെയ്ത് ഫിംഗർ ടിപ്പ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുക. അതിനെ ലീവ് ചെയ്യുക എന്ന് തന്നെയാണ്. കാരണം വാഷ് ചെയ്ത് കളയാനായിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളറാണ് ഞാൻ പ്രതീക്ഷിച്ചത്, ബട്ട് ഇതൊരു ക്രീമി ടൈപ്പാണ്. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഞാൻ കണ്ണിൻ്റെ മുകളിലിടുന്നില്ല, കാരണം ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ആദ്യമായിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ വേറെ സിറംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫേസിൽ ഇട്ടിട്ട് ഫേസിലോട്ട് അങ്ങ് ഇറങ്ങിക്കോളും. ഇങ്ങനെ ഒരു വൈറ്റ് കാസ്റ്റ് വരാറില്ല. ഞാനും അതാണ് പ്രതീക്ഷിച്ചത്. നീറ്റിലുണ്ട്. ഐ തിങ്ക് പിമ്പിളിൻ്റെ ഇതിൽ ഇട്ടപ്പോൾ ചെറിയൊരു കുഴപ്പമില്ല. അപ്പോൾ ആ വൈറ്റ് കാസ്റ്റൊക്കെ പോയി ഫേസിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. ഇത് ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല. ഞാൻ കരുതിയത് കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പായിരിക്കുമെന്ന്, ബട്ട് ഒട്ടും സ്റ്റിക്കി അല്ല. ഫേസിൽ തൊടുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ലീവ് ചെയ്യാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസറും കൂടെ അതിൻ്റെ പുറത്തൂടെ ഇട്ട് കൊടുക്കാം. സോ നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടിട്ട് ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ. എന്നാൽ എനിക്ക് ഇത് കണ്ടിട്ട് എന്താണ് ചേഞ്ച് എന്ന് വലുതായിട്ട് പറയാൻ പറ്റില്ല. ഒരു ചേഞ്ചൊക്കെ ഉണ്ട്. ഞാൻ മിററിൽ നോക്കിയപ്പോൾ ആക്ച്വലി എനിക്കൊരു പൗഡർ ഇട്ട ഒരു ഫീലുണ്ട്, ഒരു ചെറുതായിട്ട്. ഈ ഒരു സിറം കാരണമായിരിക്കണം. പെട്ടെന്ന് നോക്കുമ്പോൾ കുറച്ചൊരു മേക്കപ്പ് പൗഡറൊക്കെ ഇട്ട ഒരു ഫീല് തോന്നുന്നുണ്ട്. ഒരു വൈറ്റ് കാസ്റ്റ് ഫ്രണ്ടിലൊന്ന് നിൽപ്പുണ്ട്. അതാണ് നമ്മളെ ഫേസിൽ നല്ലൊരു ചേഞ്ച് കാണാൻ തോന്നുന്നത്, ചേഞ്ച് വന്നതുപോലെ തോന്നിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഭവം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്മെൽസൊക്കെ കൊള്ളാം. ഒന്നും തന്നെ ഹാർഡായിട്ടുള്ളതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള സ്മെല്ലല്ല. ആൻഡ് കൺസിസ്റ്റൻസി വന്നിട്ട് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. മസാജിങ് ജെല്ലും എല്ലാം തന്നെ സ്ക്രബെല്ലാം നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. സോ ഓവറോൾ എനിക്ക് ഈ ഫേഷ്യൽ കിറ്റ് ഇഷ്ടപ്പെട്ടു. ഇതൊരു സ്പോൺസർ വീഡിയോ ഒന്നുമല്ല. സോ എനിക്ക് എന്താണോ ഇത് കൊണ്ട് ഉണ്ടാകുന്നത് അത് ഞാൻ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ അത് കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. സി യു.